തെരഞ്ഞെടുപ്പ് വിധി അനുകൂലമായാൽ ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നിങ്ങൾക്കറിയാം. പലർക്കും അത് കൃത്യമായിട്ട് അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. 5 വർഷം മുന്നേ ഇതേ കൊച്ചിയിൽ ഇടതുപക്ഷം വിജയിച്ച സന്ദർഭത്തിൽ എങ്ങനെയായിരുന്നു അവിടെ മേയർ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചതെന്നും അതിന്റെ പേരിൽ പിന്നെ എങ്ങനെയാണ് വാർത്തകൾ വന്നതെന്നും 5 വർഷങ്ങൾക്കിപ്പുറം UDF വിജയിച്ചതിന് ശേഷം എങ്ങനെയാണ് ഒരു മേയർ സ്ഥാനത്തേക്കുള്ള ചർച്ചകളെന്ന് അല്ലെങ്കിൽ വാർത്തകളെന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ കൃത്യമായിട്ട് ബോധ്യപ്പെടും. കാര്യം ഇപ്പോൾ തന്നെ മേയറെ നിശ്ചയിച്ചതിന് പിന്നാലെ ഉണ്ടായിരിക്കുന്ന അസ്വാരസ്യങ്ങൾ, പൊട്ടിത്തെറികളെല്ലാം നിങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ ഒരു രാഷ്ട്രീയ സംഘടന എങ്ങനെയായിരിക്കണം, ജനം അവരുടെ സമ്മതിദാന അവകാശം തന്നു കഴിഞ്ഞാൽ അത് എത്ര മാന്യമായി വിനിയോഗിക്കേണ്ടതാണ് എന്നതിനെ സംബന്ധിച്ച് ഈ ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾ വിലയിരുത്തും. 5 വർഷം മുന്നേയുള്ള LDF എന്തായിരുന്നു, ഇന്നത്തെ UDF എന്താണെന്ന് നിങ്ങൾക്ക് ഈ ദൃശ്യം ബോധ്യപ്പെടുത്തി തരും. CPM നേതാവ് M. അനിൽകുമാർ കൊച്ചി മേയറാകും. കോർപ്പറേഷനിൽ 34 സീറ്റുകൾ നേടിയ LDF 10 വർഷത്തിന് ശേഷം കൊച്ചി കോർപ്പറേഷൻ CPM തിരിച്ചുപിടിക്കുകയാണ്. M. അനിൽകുമാർ കൊച്ചിയുടെ മേയറാകും. കൊച്ചി കോർപ്പറേഷൻ മേയറായി M. അനിൽകുമാർ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. M. അനിൽകുമാർ കൊച്ചിയിലും പ്രസന്ന ഏണസ്റ്റ് കൊല്ലത്തും മേയർമാരാകും. പ്രഖ്യാപനം നാളെ ഉണ്ടാകും. കൊച്ചി മേയർ സ്ഥാനത്തേക്ക് അവകാശവാദവുമായി ലത്തീൻ സഭ. ലത്തീൻ വിഭാഗം കൂടുതലുള്ള മേഖലയാണ് കൊച്ചിയെന്നും കൊച്ചി മേയർ തെരഞ്ഞെടുപ്പിൽ ശുപാർശയുമായി ലത്തീൻ സഭ. മേയർ ലത്തീൻ സമുദായ അംഗമാകണം എന്നാണ് ആവശ്യം. കൊച്ചി കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തെ ചൊല്ലി എറണാകുളം UDFൽ പൊട്ടിത്തെറി. DCC തീരുമാനം ഏകപക്ഷീയമെന്ന് മുസ്ലിം ലീഗ് നേതൃത്വം കുറ്റപ്പെടുത്തി. കൊച്ചി മേയറെ തീരുമാനിച്ചതിൽ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെതിരെ അജയ് തറയിൽ ദീപ്തിയെ വെട്ടാനുള്ള അജണ്ടയാണ് നടപ്പിലാക്കിയത്. പ്രതിപക്ഷ നേതാവിനെതിരെ മാത്യു കുൾനാടന്റെ ഒളിയമ്പ്. ഭൂരിപക്ഷമാണ് തീരുമാനങ്ങൾക്കുള്ള മാനദണ്ഡമെങ്കിൽ ഇനി അങ്ങോട്ട് എല്ലാത്തിലും അത് തന്നെയാകണം മാനദണ്ഡം. കൊച്ചി മേയർ സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസിൽ ഗ്രൂപ്പ് പോര് ദീപ്തി മേരി വർഗീസിനെ തഴഞ്ഞതിൽ KC വേണുഗോപാൽ പക്ഷത്തിന് അതൃപ്തിയുണ്ട്. സമുദായ താൽപര്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം നൽകിയെന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത്. കൊച്ചി കോർപ്പറേഷൻ മേയർ പ്രഖ്യാപനത്തിന് പിന്നാലെ കോൺഗ്രസിൽ പൊട്ടിത്തെറി. മേയർ സ്ഥാനത്ത് നിന്ന് തഴഞ്ഞതിൽ അതൃപ്തി പരസ്യമാക്കി ദീപ്തി മേരി. കൊച്ചി കോർപ്പറേഷൻ മേയർ സ്ഥാനം ടേം വ്യവസ്ഥയിൽ. ആദ്യ ടൈമിൽ മേയർ സ്ഥാനം VK വിനിമോൾക്ക് ലഭിച്ചേക്കും. രണ്ടാം ടൈം ഷൈനി മാത്യുവിന് നൽകിയേക്കും. കണ്ടല്ലോ, അനിൽകുമാർ എന്നൊരു പേരല്ലാതെ മറ്റൊരു ഒച്ചപ്പാടോ പൊട്ടിത്തെറിയോ അസ്വാരസ്യങ്ങളോ നിങ്ങൾ മാധ്യമങ്ങളിലൂടെ കേട്ടിട്ടില്ല. ഒരു പേര് തീരുമാനിച്ചു കഴിഞ്ഞാൽ, പ്രസ്ഥാനം അത് നിശ്ചയിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നേതൃത്വം നിശ്ചയിച്ചു കഴിഞ്ഞാൽ അവർ തന്നെയാണ് മേയർ. പിന്നെ ആ സ്ഥാനത്തേക്ക് മറ്റാരും അവകാശവാദവുമായി വരില്ല. പക്ഷേ UDFന്റെ നിങ്ങൾ കേട്ടില്ല. എത്രയെത്ര അസ്വസ്ഥതകൾ, ആവശ്യങ്ങൾ ഉന്നയിക്കാൻ എത്രയെത്ര മതവർഗീയ സംഘടനകൾ, ഇങ്ങനെ സ്വന്തം അധികാര കസേരയ്ക്ക് വേണ്ടി നാട്ടിൽ കിടക്കുന്ന സകലമാന വിഷപ്പാമ്പുകളെയും പിടിച്ച് തോളിലിരുത്തിയ ശേഷം ഒരു അധികാര സ്ഥാനത്തേക്ക് ഒരാളെ നിശ്ചയിക്കണമെന്നുണ്ടെങ്കിൽ എത്രമാത്രം കടമ്പകൾ കടക്കണം, എത്രമാത്രം അപവാദങ്ങൾ കേൾക്കണം. ഇതൊക്കെയാണോ നിങ്ങൾ സ്വപ്നം കാണുന്ന മഹത്തരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി? ഈ രാഷ്ട്രീയം നിങ്ങളെ നയിക്കുന്നതിലാണോ നിങ്ങൾ സന്തോഷിക്കുന്നത്? കേരളത്തിലെ പ്രബുദ്ധ മലയാളികൾ എന്ന് പറയുന്നിടത്ത് നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ ചില കാര്യങ്ങളിൽ ഇങ്ങനെ ചുരുങ്ങിപ്പോകുന്നു എന്ന് തോന്നുകയാണ്. മതം തലയ്ക്ക് പിടിച്ചാൽ, അല്ലെങ്കിൽ മതമാണ് സകലതും നിശ്ചയിക്കേണ്ടത് എന്ന ചിന്തയിലേക്ക് വരുമ്പോൾ അധികാരത്തിന് വേണ്ടി ഇറച്ചിക്കടകൾക്ക് മുന്നിലെ കടിപിടി നടത്തുന്ന അവസ്ഥയാണ് UDFന്റേതെന്ന് ആ വാർത്തകൾ തന്നെ നിങ്ങളുടെ മുന്നിൽ തെളിയിച്ചു തരുന്നില്ലേ? ഇതാണ് ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസം.